ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇനി കുറേ നാളുകൾക്ക് തുടർ ക്ലാസ്സായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നത്, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നത്, പിശാചിനോടുള്ള യുദ്ധത്തെക്കുറിച്ചും പിശാച് നമുക്കെതിരെ പോരാടാൻ തുനിഞ്ഞിറങ്ങുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനെക്കുറിച്ചും, ആത്മീക മണ്ഡലത്തിൽ നാം ഒരു പടി കൂടി മുന്നോട്ട് പോകത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന നിയോഗങ്ങളെക്കുറിച്ചും എല്ലാമാണ് ഇന്ന് മുതൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രവാദത്തെക്കുറിച്ചും പിശാച് ഒരു വ്യക്തിയുടെ ഉള്ളിൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാച് കയറുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ഭാഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിന് ആധാരമായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വചനമെന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. യഹോവ മോശയോടും അഹരോനോടും, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിക്കുവിൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോൻ്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം. ഇവിടെ മോശയെ ദൈവം നിയോഗം കൊടുത്ത് ഒരു വടി കൊടുത്ത് അയക്കുകയാണ്. മോശയുടെ സഹോദരനായ അഹരോനും കൂടെ ഉണ്ട്. 2 പേരെയും ഫറവോൻ്റെ അടുക്കൽ ചെന്നിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കുവാനായിട്ട് പറയുവാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ അയക്കുകയാണ്. ഫറവോന് ദൈവമാക്കിക്കൊണ്ടാണ് മോശയെ ദൈവം അയച്ചുവിടുന്നത്. ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നതെന്നാണ് മോശയോട് ദൈവം പറഞ്ഞത്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ നിയോഗം കൊടുത്ത്, ദൈവത്തിൻ്റെ അധികാരം കൊടുത്ത് ദൈവം മോശയെ ഫറവോൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിക്കുവാനായിട്ട് പറയും. അങ്ങനെ പറഞ്ഞാൽ നിൻ്റെ വടി എടുത്ത് ഫറവോൻ്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം. അത് ഒരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോൻ്റെ അടുക്കൽ ചെന്നു യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. ഇവിടെ ഇവരോട് കൽപ്പിച്ചിരിക്കുന്നത്, ഫറവോൻ നിങ്ങളോട് അത്ഭുതം കാണിക്കുവാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോശ അഹരോൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന വടി അത് നിലത്തിടണം. അത് നിലത്തിടുമ്പോൾ അതൊരു സർപ്പമായി തീരും. എന്നാൽ അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ദൈവം അവിടെ പറഞ്ഞതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഇവരവിടെ ചെന്നു. അപ്പോൾ ഫറവോൻ യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തൻ്റെ വടി ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫറവോൻ്റെ കിരീടത്തിൻ്റെ മുകളിൽ ഒരു സർപ്പത്തിൻ്റെ പടമുണ്ട്. ഒരു കൊത്തുപണി ചെയ്ത ഒരു കിരീടമാണ് ഫറവോ വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ സർപ്പത്തെ ദൈവം അവിടെ കൊണ്ടുവന്ന് ഈ വടി നിലത്തിടുമ്പോൾ അതൊരു സർപ്പമായിട്ട് തരികയാണ്. അപ്പോൾ മോശയും അഹ്റോനും വിചാരിച്ച് കാണും, ഇത് കാണുമ്പോൾ ഫറവോ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടും. കാരണം ഒരു വടി നിലത്തിട്ടപ്പോൾ ആ വടി സർപ്പമായിട്ട് തീർന്നു. അത് ഭയങ്കര ഒരു ആശ്ചര്യമായിരിക്കുമെന്ന് വിചാരിച്ച്, ദൈവത്തെ ഭയപ്പെടുമെന്നെല്ലാം വിചാരിച്ച് ഒരുപക്ഷെ മോശയും അഹ്റോനും ചിന്തിച്ചിരിക്കുകയാണ്. ഫറവോന് ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് കൂസലൊന്നും ഉണ്ടായില്ല. ഫറവോ സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമ്യ മന്ത്രവാദികളായി ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവിടെ ഫറവോ എന്ത് ചെയ്തു? ഇതാണോ ഇത്ര വലിയ കാര്യം? ഇത് ഞങ്ങളുടെ മന്ത്രവാദികളൊക്കെ ഈസി ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കുറേ മന്ത്രവാദികളെയും ക്ഷുദ്രക്കാരെയെല്ലാം വിളിപ്പിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന വടിയെല്ലാം നിലത്തിട്ടു. ഉടനെ അത് സർപ്പമായിട്ട് തീർന്നു. എന്നാൽ പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവിടെ വലുതായിട്ട് നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ടുള്ളത്. ഇത് വളരെയധികം ചിന്തിക്കാനും ധ്യാനിക്കാനുള്ളൊരു വിഷയമാണ്. അത്ര ഡീപ്പായിട്ട് ഞാൻ അതിന് സമയമൊന്നും എടുത്തിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെറിയ ചില കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മിസ്രൈമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തൻ താന്താൻ്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. മോശയും അഹ്റോനും വടി നിലത്തിട്ടപ്പോൾ സർപ്പങ്ങളായി, ഫറവോനും മന്ത്രവാദികളും വടി നിലത്തിട്ടപ്പോൾ സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹ്റോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഫറവോൻ്റെ ഹൃദയമോ യഹോവ അരുളിച്ചതുപോലെ കഠിനപ്പെട്ടു. ഇവിടെ ആശ്ചര്യകരമായ ഒരു സംഭവം നടന്നത്, ഫറവോൻ്റെ മന്ത്രവാദികളിട്ട വടികളെല്ലാം അഹരോൻ്റെ വടി വിഴുങ്ങിക്കളഞ്ഞു. വരാൻ പോകുന്നൊരു വലിയ സംഭവത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് അവിടെ നടന്നത്. കാരണം ഫറവോനും അവൻ്റെ സൈന്യവും ചെങ്കടലിൽ മുങ്ങിപ്പോകും. അത് കടൽ അവരെ വിഴുങ്ങിക്കളയും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു വലിയ വിടുതൽ ഈ ജനത്തിന് സംഭവിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ദൈവം അവരെ വിടുവിച്ച് കളയും. അത് അവരുടെ സമ്പാദ്യമെല്ലാം, അതായത് അവർ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് അവിടെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം ഒരു വലിയ കൊള്ള പങ്കിടുന്നത് പോലെ മിസ്രൈമ്യരെ ഇവർക്ക് കൊടുത്തയക്കും. ഇങ്ങനെ പല അർത്ഥങ്ങളും അതിനകത്ത് നമുക്ക് ധ്യാനിക്കുമ്പോൾ കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇവിടെ അവരെ വടി ഇങ്ങനെ നിലത്തിട്ടു, അത് പാമ്പായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി മറ്റുള്ള മന്ത്രവാദികളുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ സർവശക്തിയാണ്. മന്ത്രവാദികൾക്ക് ശക്തിയുണ്ട്, പക്ഷെ ഒരിക്കലും സർവശക്തിയില്ല. സർവശക്തനായ നമ്മുടെ ദൈവം ഏത് മന്ത്രവാദത്തെയും തകർത്ത് കളയുവാൻ തക്കവണ്ണം ശക്തിയുള്ളവനാണ്. ഇത് ജനം തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കുഴപ്പത്തിൽ പോയി അകപ്പെടുവാൻ കാരണമായി തീരുന്നത്. ദൈവം തൻ്റെ ജനത്തിന്, ദൈവദാസന്മാർക്കാണെങ്കിലും വിശ്വാസികൾക്കാണെങ്കിലും ദൈവം സ്വപ്നങ്ങൾ മൂലവും ദർശനങ്ങൾ മൂലവും വരാൻ പോകുന്ന സംഭവങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്, ദൈവത്തിൻ്റെ നമ്മളോടുള്ള ഒരു കരുതലാണ്. എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ദൈവം വെളിപ്പെടുത്തി തരും. അങ്ങനെ വെളിപ്പെടുത്തി തരുമ്പോൾ നാം അത് ഗൗനിക്കാതിരുന്നാൽ, ശ്രദ്ധിക്കാതിരുന്നാൽ അത് തീർച്ചയായിട്ടും അത് നമുക്ക് ദോഷം ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ദർശനം. നമുക്ക് ദർശനം വെളിപ്പെടുത്തി തന്നാൽ അന്ന് തന്നെ സംഭവിച്ചോളണമെന്നൊന്നുമില്ല. അതിനൊരു ദർശനത്തിനൊരു അവധിയുണ്ട്. അത് ദൈവത്തിൻ്റെയിലാണ് അവധി. ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കാം, ചിലപ്പോൾ ചില മാസങ്ങൾ എടുത്തിരിക്കാം. എന്തായാലും ആ ദർശനപ്രകാരം അത് സംഭവിച്ചിരിക്കും. ദർശനത്തിൻ്റെ അവധിയിൽ ആ തക്ക സമയത്ത് അത് സംഭവിച്ചിരിക്കും. സ്വപ്നം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പോയി കിടന്നു കഴിഞ്ഞതിന് ശേഷം ദൈവം നമുക്ക് കനവിൽ സ്വപ്നത്തിൽ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ് സ്വപ്നത്തിലൂടെ നമുക്ക് ദൈവം കാണിച്ചു തരുന്നത്. ഇവിടെ ഞാൻ സംസാരിക്കാൻ ഇനി പോകുന്നത് കുറേ സ്വപ്ന വ്യാഖ്യാനങ്ങളാണ്. അത് സർപ്പത്തെക്കുറിച്ചുള്ള സ്വപ്ന വ്യാഖ്യാനങ്ങളാണ്. സർപ്പത്തെക്കുറിച്ചുള്ള സ്വപ്ന വ്യാഖ്യാനങ്ങൾ എന്ന് പറയുമ്പോൾ നൂറുകണക്കിനുണ്ട്. പല ദൈവദാസന്മാരും പല രീതിയിൽ വെളിപ്പെടുത്തി തന്നതായിട്ടുള്ള നൂറുകണക്കിന് സ്വപ്നങ്ങളുണ്ട്. എനിക്ക് നേരിട്ട് കിട്ടിയതും ചിലതുണ്ട്. എന്നാൽ എല്ലാം കൂടി ഇന്ന് പറയാനായിട്ട് കഴിയുകയില്ല. പോകെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. സ്വപ്നങ്ങളിൽ വളരെ കുഴപ്പം പിടിച്ച ഒരു സ്വപ്നമാണ് സർപ്പത്തെ നമ്മൾ സ്വപ്നത്തിൽ കാണുക എന്ന് പറയുന്നത്. സർപ്പം നമ്മുടെ സ്വപ്നത്തിൽ വരുന്നത് അത് ഒരു വലിയ മുന്നറിയിപ്പ് ദൈവം നമുക്ക് തരികയാണ്. ഒരു സർപ്പത്തെ നാം സ്വപ്നം കണ്ടാൽ, ഒരു പാമ്പിനെ നാം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ബാക്കിയുള്ള ഏത് സംഗതികളെ സ്വപ്നം കാണുന്നത് പോലെയല്ല സർപ്പത്തെ സ്വപ്നം കാണുന്നത്. മറ്റുള്ള മൃഗങ്ങളെ പക്ഷികളൊക്കെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ വരുന്ന അർത്ഥത്തിനേക്കാൾ ഭയങ്കര ഗാംഭീര്യമുള്ള, കൂടുതൽ കുഴപ്പം പിടിച്ചതായിട്ടുള്ള ഒരു സ്വപ്നമാണ് സർപ്പത്തെക്കുറിച്ചുള്ള സ്വപ്നം. അതിൻ്റെ ചില ദൈവദാസന്മാർ വെളിപ്പെടുത്തിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് അറിയിക്കുന്നത്. അത് നൂറുകണക്കിനുണ്ട്. അത് എല്ലാം കൂടി നമുക്ക് പറയാനായിട്ട് ഇപ്പോൾ കഴിയുകയില്ല. എന്നാൽ കുറച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാം. ഒന്ന്, ഒരു പാമ്പ് നമ്മളെ കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ഒരു ആക്രമണത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരു സർപ്പം നമ്മളെ കടിക്കുന്നതായിട്ട് കണ്ടാൽ, ഒരു പാമ്പ് നമ്മളെ കടിക്കുന്നതായിട്ട് കണ്ടാൽ ശത്രുവിൻ്റെ ഒരു ആക്രമണത്തെ അത് സൂചിപ്പിക്കുകയാണ്. ആരോ നമ്മളെ ഒറ്റുകൊടുത്ത് വീടിനുള്ളിൽ വലിയ അപമാനം കൊണ്ടുവരുന്ന മാതിരി നുണ പറഞ്ഞ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് അതിനൊരർത്ഥമുണ്ട്. ശത്രു നമ്മളെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു. ചിലപ്പോൾ ആക്രമിച്ചേക്കാം. പാമ്പ് കടിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ ആക്രമിച്ചേക്കാം. നായ കടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അർത്ഥങ്ങളെല്ലാം ഉണ്ട്. ആ വിഷയത്തിലേക്ക് നമ്മൾ വേറെ വരും. ഇന്ന് നമ്മൾ പാമ്പിനെ കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പാമ്പ് കടിക്കുന്നത് കുറച്ച് അപകടം പിടിച്ചൊരു സ്വപ്നമാണ്. നമ്മൾ വളരെ പ്രാർത്ഥിച്ച് പാമ്പിനെ തുരത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. 2, പാമ്പ് വിഴുങ്ങുന്ന മാതിരി സ്വപ്നം കണ്ടാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. സമ്പാദ്യങ്ങളെല്ലാം വിഴുങ്ങിപ്പോകാനുള്ള സാധ്യത. ഏത് വഴിക്ക് പോകുന്നു എന്നറിയില്ല. നമ്മൾ സമ്പാദിക്കുന്നുണ്ട്, ദിവസം നല്ല വരുമാനമുണ്ട്, പക്ഷേ ഏത് വഴിയിലൂടെ അത് പോകുന്നു എന്ന് അറിയുന്നില്ല. ആ രീതിയിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാമ്പ് വിഴുങ്ങുന്ന മാതിരി സ്വപ്നം കാണുന്നത് അത് ഭയങ്കര അപകടമാണ്. ഒരു വ്യക്തിയെ പാമ്പ് വിഴുങ്ങുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വളരെ പ്രാർത്ഥിക്കണം, വളരെ ഉപവാസം എടുക്കണം, ദൈവസന്നിധിയിൽ നിന്ന് ജാഗരിച്ച് ആ പാമ്പിനെ കൊന്നുകളയണം. ആ കനവിൽ കണ്ട പാമ്പിനെ കൊന്നുകളയണം. അല്ലെങ്കിൽ ദൈവം അത് പരിശുദ്ധാത്മാവ് മുഖാന്തരം അതിനെ തീ കൊണ്ട് ദഹിപ്പിച്ച് കളയുന്നവരെ നാം പോരാടിക്കൊണ്ടിരിക്കണം. 3, പാമ്പ് മേലേക്ക് വീഴുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ നടക്കുന്ന വഴിയിലോ അല്ലെങ്കിൽ ഇരിക്കുമ്പോഴോ ഒരു പാമ്പ് നമ്മുടെ മേലേക്ക് വീഴുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ദിശ മാറിപ്പോകുന്നു, വഴി മാറി നടക്കുവാൻ തക്കവണ്ണം നമ്മൾ തുടങ്ങുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള അർത്ഥം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. 4, വലിയ പാമ്പ് കയ്യിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടാൽ ഏതോ ഒരു പ്രശ്നം വരും കാലത്തിൽ വെയിറ്റിങ്ങിലിരിക്കുന്നു. നാം വളരെ ജാഗ്രതയോടെ അതിനെ പ്രാർത്ഥിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പാമ്പ് നമ്മുടെ കയ്യിൽ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ ഏതോ ഒരു അപകടം, ഒരു പ്രശ്നം വരാനായിട്ട് പോകുന്നു. നാം അത് വരും കാലത്തേക്ക് വരുന്ന സ്വപ്നമാണ്. നമ്മളത് പ്രാർത്ഥിച്ച് അകറ്റണം.
5. സ്വപ്നത്തിൽ പാമ്പ് സംസാരിക്കുന്നത് പോലെയും നാം തിരിച്ച് പാമ്പിനോട് സംസാരിക്കുന്നത് പോലെയും കണ്ടാൽ ഒരു ദുർകാര്യം നമ്മളെ തേടി വരുന്നു. നമ്മുടെ മനസ്സിന് സന്തോഷമുള്ളതല്ല, നമുക്ക് അതൊട്ടും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു ദുർകാര്യം നമ്മളെ തേടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി വെള്ളത്തിലുള്ള പാമ്പിനെ സ്വപ്നം കണ്ടാൽ പെട്ടെന്ന് ഏതോ ഒരു പോരാട്ടം വരാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതോ ഒന്ന് പെട്ടെന്ന് നടക്കാനായിട്ട് പോകുന്നു. 7. നല്ല ഉറക്കത്തിൽ കറുത്ത പാമ്പിനെ കണ്ടാൽ അത് സർപ്പത്തിൻ്റെ ആത്മാവാണ്. അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കറുത്ത പാമ്പാണ് നമ്മൾ സ്വപ്നത്തിൽ കണ്ടതെങ്കിൽ നമുക്ക് ഒരു സമയത്തിന് മുമ്പ് മരണം നടക്കുവാനുള്ള ഒരു മുന്നറിയിപ്പ് തരികയാണ്. നാം പ്രാർത്ഥിച്ചതിനെ ഒരു ദുർമരണം സംഭവിക്കാതിരിക്കാൻ തക്കോണം നാം പ്രാർത്ഥിച്ചതിനെ അകറ്റേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നിയേക്കാം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന ജീവിതത്തിൽ അങ്ങനെ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. സാത്താൻ യൂദാ ഇസ്കറിയോത്താവിടെ ഉള്ളിൽ കടന്നു. യൂദാ ഇസ്കറിയോത്താവിൻ്റെ ഉള്ളിൽ സാത്താൻ കിടന്നു യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുവാനായിട്ട്. പിശാചിന് ദൈവമക്കളുടെ ദിശ തിരിച്ചു വിടുവാനായിട്ട് സാധിക്കും. പൗലോസ് പറയുന്നില്ലേ, ഞാൻ അവിടെ സുവിശേഷം അറിയിക്കാൻ പോകാനായിട്ട് സാത്താൻ തടുത്തു. അതുപോലെ തന്നെ സാത്താൻ കുത്തുവാനായിട്ടൊരു ദൂതനെ തന്നിരിക്കുന്നു. തിരുവെഴുത്തിൽ വ്യക്തമായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. തിരുവെഴുത്തിലെ പരിശോധിക്കാത്തതുകൊണ്ടാണ് നമ്മൾ സംശയത്തിലല്ല ഇരിക്കുന്നത്. അടുത്തത് പച്ചപ്പാമ്പ്. നന്നായി സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളൊരു പച്ചപ്പാമ്പിനെ കാണുകയാണെങ്കിൽ നമ്മുടെ വീട് ഏതോ ഒരു അശുദ്ധമാകാനായിട്ട് പോകുന്നു, ഏതോ ഒരു കാര്യത്താൽ അശുദ്ധപ്പെടാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 9. പാമ്പിൻ്റെ തോൽ ഉരിഞ്ഞത് കണ്ടാൽ, അത് വാതിൽപ്പടിയിലോ കാറ്റ് മൂലം പാമ്പിൻ്റെ തോൽ വന്ന് കിടക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു തെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. ഇതൊക്കെ വേറെ വളരെ ദൈവത്തിൻ്റെ ഭൃത്യന്മാരായിട്ടുള്ള, അതായത് ദൈവത്തിൻ്റെ മനുഷ്യനായിട്ട് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരിൽ നിന്ന് എനിക്ക് ലഭിച്ചതായിട്ടുള്ള അറിവുകളാണ്. 10. സ്വപ്നത്തിൽ ഒരു കുഴിയിൽ വീഴുകയും ആ കുഴിയിൽ നിറയെ ഉണ്ടായിരുന്ന പാമ്പുകൾ മേലോട്ട് വീഴുന്നത് കണ്ടാൽ അതിൻ്റെ അർത്ഥം യുദ്ധക്കളത്തിന് സമാനമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മളൊരു കുഴിയിലേക്ക് വീഴുന്നു, ആ നിറച്ച് പാമ്പുകൾ വന്ന് നമ്മുടെ മേത്തേക്ക് വീഴുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു യുദ്ധക്കളത്തെക്കുറിച്ച് അത് സൂചിപ്പിക്കുന്നു. നാം വളരെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വളരെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാം. നമുക്ക് തന്ന കൃപയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അതെല്ലാം കൈകാര്യം ചെയ്തുകൊള്ളും. നമ്മൾ ആ വിഷയം അലസമായിട്ട് എടുക്കാതെ ഗൗരവമായിട്ട് എടുത്ത് പ്രാർത്ഥിക്കണം. പാമ്പിനെക്കുറിച്ച് ഇനിയും നിറയെ കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ദൈവം തൻ്റെ ജനത്തിന് ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നത്, നാം ആരെങ്കിലും മന്ത്രവാദം മൂലം ചെയ്താലും ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാം. അപ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നാം പ്രാർത്ഥിച്ച് അതിനെ തോൽപ്പിച്ച് ജയിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ അഹ്റോൻ്റെ വടി മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങിക്കളഞ്ഞതുപോലെ നമുക്കെതിരെ ചെയ്യുന്ന മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും എല്ലാം നമ്മുടെ അടുക്കൽ വരുന്നതിന് മുമ്പ് നമ്മുടെ പരിശുദ്ധാത്മാവ് അത് നശിപ്പിച്ച് കളയത്തക്ക നിലയിൽ നാം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ചില സമയത്ത് ഉപവാസം എടുത്തും ആ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. ഒന്നുകിൽ നാം കണ്ട പാമ്പിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ദൈവത്തിൻ്റെ തീ ഇറക്കി അതിനെ നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ നമുക്ക് ദൈവം അത് വെളിപ്പെടുത്തി തരും. ആ പാമ്പിനെ നാം കാണുകയും നാം സ്വപ്നത്തിൽ കണ്ട അതേ പാമ്പിനെ ദൈവം നമുക്ക് കാണിച്ചു തരികയും അതിനെ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നാം കുറച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. വെള്ളം ഒഴുകിപ്പോയിട്ട് ചിറകെട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സ്വപ്നം കണ്ടിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് മുൻകാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവമക്കളെ ഈ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി ഇതിപ്പോൾ അറിയിക്കുന്നത്. നമുക്ക് വെള്ളം ഒഴുകിപ്പോയതിന് ശേഷം ചിറകെട്ടിയിട്ട് കാര്യമില്ല. ഇത് സഭാപ്രസംഗത്തിൽ പറയുന്നത് വേറൊരു രീതിയിലാണ്. അതായത് പാമ്പ് കടിച്ചതിന് ശേഷം മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല എന്നാണ് അവിടെ പറയുന്നത്. ശരിക്കും ഇതാണ് അതിൻ്റെ അർത്ഥം. വെള്ളം ഒഴുകിപ്പോയി, ഇനി ചിറകെട്ടിടുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഒരു ദുരവസ്ഥ, ഒരു കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വപ്നം മൂലമോ ദർശനം മൂലമോ വെളിപ്പെടുത്തി തന്നിട്ട് നാം അത് കെയർലെസ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് സംഭവിക്കുമ്പോൾ നമ്മൾക്ക് അന്നേരം ചിന്ത വരുമ്പോൾ ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നല്ലോ, എനിക്കത് പ്രാർത്ഥിച്ച് തുരത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് അന്നേരം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം സ്വപ്നങ്ങളിൽ കൂടെയും ദർശനങ്ങളിൽ കൂടെയും നമുക്കിതെല്ലാം വെളിപ്പെടുത്തി തരുന്നത്. ഇത് ദൈവത്തിന് നമ്മളോടുള്ള കരുണയാണ്, ദൈവത്തിന് നമ്മളോടുള്ള ദയയാണ്. എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. എൻ്റെ വീടിൻ്റെ വലതു ഭാഗത്തൊരു വിറകൂട്ടം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ ഉടമസ്ഥൻ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് കത്തിച്ച് കളയാം, എന്തിനാണ് അതങ്ങനെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്, അതിനകത്ത് വല്ല പാമ്പൊക്കെ വന്നിരിക്കില്ലേ, അത് ഒന്നുകൂടെ ഒന്ന് ഉണങ്ങട്ടെ, അതിനുശേഷം കത്തിക്കാമെന്ന് പറഞ്ഞു. അത് കാട് പിടിച്ച് കിടക്കാം, ആ പരിസരം ആൾ വൃത്തിയാക്കില്ല, പല പ്രാവശ്യം പറഞ്ഞെങ്കിൽ അത് വൃത്തിയാക്കില്ല. എന്നാൽ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന സന്ദർഭത്തിലെല്ലാം എനിക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യാറുണ്ട്.
ആദ്യമൊക്കെ ഞാൻ ഇത് വിചാരിച്ചത് എന്താണാവോ എന്ന് വിചാരിച്ചു. പിന്നീട് ഒരു 2-3 പ്രാവശ്യം അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇയാൾ ചില്ലറക്കാരനല്ല, ഇയാൾ വേറെ ഏതോ ഒരു കുഴപ്പത്തിൽ നടക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ല ജോലിയുള്ള ആളാണ്, നല്ല മാന്യനാണ്. ഉടനെ ഞാൻ അതിന്മേൽ ജയം നേടി. പിന്നീട് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ ടോപ്പിൽ നിൽക്കാറുള്ളത്, അദ്ദേഹത്തെ ഞാൻ താഴെ തന്നെ നിർത്താറുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീടിൻ്റെ വെളിയിൽ നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ആ വിറകൂട്ടത്തിലേക്ക് നോക്കുമ്പോൾ ആ വിറകൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ പാമ്പിരിക്കുന്നു, ചെറിയ തല. അപ്പോൾ ഞാൻ പതുക്കെ ആ പാമ്പാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ ആ വിറകൂട്ടത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ പാമ്പ് എന്നെ കണ്ട വഴി ബാക്കിലേക്ക് പേടിച്ച് ഭയന്ന് മാറുന്നത് പോലെ അങ്ങ് മാറി. ഭയന്ന് മാറിയതിന് ശേഷം വേറെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് അതിഭയങ്കരമായൊരു പാമ്പായിട്ട് അങ്ങ് മാറി. ഒരു മുതലേക്കാൾ വലിപ്പത്തിലുള്ള ഒരു പാമ്പായിട്ട് അങ്ങ് മാറുകയും എന്നെ വെട്ടിച്ച് അത് നേരെ ഗേറ്റിനുള്ളിലേക്ക്, വീടിൻ്റെ കാർപോർട്സിനുള്ളിലേക്ക് ചാടി. അപ്പോൾ ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഇളയ മകൻ താഴെ കിടക്കുകയാണ്. ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞു, കതക് തുറക്കരുത്, ഒരു വലിയ പാമ്പ് നമ്മുടെ കാർപോർച്ചിലേക്ക് ചാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സ്വപ്നം കണ്ട് ഉണർന്നു. എനിക്ക് വല്ലാതെ ഭയം വന്നു. ദൈവമേ, എന്താണാവോ, എന്തോ മന്ത്രവാദം ഏതോ ചെയ്തിട്ടാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അതിൻ്റെയാണ് ആ ഒരു ഇതിങ്ങനെ ദൈവം വെളിപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ദൈവദാസനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, കർത്താവിൻ്റെ ദാസ, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഒരു സർപ്പത്തിൻ്റെ ആവിയാണ്, നീ വളരെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്ന് ഞാൻ ഈ വിഷയം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ രാത്രിയിൽ എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, ഇപ്പോൾ 2 മണിക്കാണ് ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ 2 മണിക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ 2 മണിക്ക് വീടിൻ്റെ മേളിലത്തെ നിലയിൽ പോയിരുന്ന്, അവിടെ ഒരു ഗ്രില്ലുണ്ട് സൈഡിൽ, പാരപ്പറ്റിൻ്റെ സൈഡിൽ ചെറിയ ഗ്രില്ലുണ്ട്. അവിടെ ഒരു കസേര ഇട്ട് ആ കസേരയിലേക്ക് കൈകൾ കുത്തി മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞാൻ കണ്ണു തുറന്ന് നോക്കും, കാരണം വെളിയിൽ ആരെങ്കിലും ഉണ്ട് എനിക്ക് കാണാനായിട്ട് പറ്റും. രാത്രി 2 മണിയാണെങ്കിലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കും, വീണ്ടും പ്രാർത്ഥിക്കും. എനിക്ക് ക്ഷീണമൊന്നുമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പ്രാവശ്യം കണ്ണു തുറക്കുമ്പോൾ എൻ്റെ മുൻപിലുള്ള ആ ഗ്രില്ലിൽ ഞാനൊന്ന് സ്വപ്നത്തിൽ കണ്ട അതേ പാമ്പ്, 2ാമത്തെ നിലയുടെ മുകളിലാണെന്ന് ഓർക്കണ്ടോ, താഴെയൊന്നുമില്ല, 2ാമത്തെ നിലയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മുൻപിൽ ആ പാമ്പ് ആ ഗ്രില്ലിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ പാമ്പ് ഗ്രില്ലിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ, കർത്താവേ, എനിക്ക് പെട്ടെന്നൊരു ഭയം വന്നു. ഞാൻ അന്ന് കണ്ട അതേ കളറും ഡിസൈനും ഉള്ള പാമ്പ്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനിപ്പോൾ വടിയെടുക്കാൻ പോയാൽ ഇവൻ രക്ഷപ്പെട്ടു പോകും, അടിച്ചാൽ താഴേക്ക് വീണാൽ അവൻ വീണ്ടും രക്ഷപ്പെട്ടു പോകും, എന്ത് ചെയ്യണം എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കാലിൽ ഉണ്ടായിരുന്ന ചെരുപ്പ് അവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ചെരുപ്പ് ഞാൻ എടുക്കുകയും പാമ്പിനെ പുറത്ത് നിന്ന് അകത്തേക്ക് അടിച്ചിട്ടു. പാമ്പിനെ അല്ലെങ്കിൽ അവൻ പുറത്തേക്ക് പോകുമല്ലോ, അത് പുറത്തേക്ക് പോകാതിരിക്കാൻ പുറമേ നിന്ന് അകത്തേക്ക് അടിച്ച് പാമ്പിനെ താഴേക്ക് ഇട്ടു. അതിനുശേഷം ഞാൻ ചെരുപ്പിനെ അടിച്ച് എൻ്റെ വാശിയും ദേഷ്യവും കോപവും തീരുന്നവരെ ഞാൻ ആ പാമ്പിനെ അടിച്ചു. അടിച്ചടിച്ചടിച്ച് അതിനെ കൊന്നു. കാരണം 2-3-4 ദിവസങ്ങളായി എൻ്റെ ഉറക്കവും മെനക്കെടുത്തി പ്രാർത്ഥനയിൽ ഞാൻ ഇരിക്കുവാൻ തക്ക ഇടയായിട്ട് തീർന്നു. പ്രാർത്ഥനയിൽ ഇരിക്കുന്നതുകൊണ്ടല്ല, അത് എനിക്കത് കണ്ടപ്പോൾ മുതലൊരു വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു. അവൻ നമുക്ക് സ്വപ്നങ്ങളിലൂടെയും അവൻ നമുക്ക് ദർശനങ്ങളിലൂടെയും കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. പിശാച്, ഞാൻ ആ പാമ്പിൻ്റെ ആ വലിപ്പം കണ്ടപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. സഹോദരൻ സാജു ജോൺ മാത്യു ഒരിക്കൽ തൻ്റെ പ്രസംഗത്തിൽ പറയുണ്ടായി, പിശാച് വിഴുങ്ങാനായിട്ട് നടക്കുന്നത് സിംഹം ഒരിക്കലും വിഴുങ്ങാനായിട്ട് നടക്കും. സിംഹം കടിച്ചു കയറുന്നവനാണ്. എന്നാൽ വിഴുങ്ങാനായിട്ട് നടക്കുന്ന സിംഹത്തിൻ്റെ അവസ്ഥ എന്താ? പല്ലെല്ലാം പോയി, പല്ലെല്ലാം കൊഴിഞ്ഞെങ്കിൽ മാത്രമാണ് വിഴുങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ശക്തി ക്ഷയിച്ച പിശാച് ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് നോക്കി അലറിക്കൊണ്ട് നടക്കുക. അലർച്ച കേൾക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് നോക്കി നടക്കുകയാണ്. എന്നാൽ യൂദാ ഗോത്രത്തിലെ സിംഹമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ സകല ശക്തികളെയും അമർച്ച ചെയ്യുവാൻ തക്കവണ്ണം ബലവാനായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ്റെ മുൻപാകെ ഈ ഭൂമിയിലുള്ള എല്ലാ ശത്രുക്കളും കീഴടങ്ങും. സ്വർലോകങ്ങളിലും ഭൂലോകങ്ങളിലും അധോലോകങ്ങളിലുമുള്ള എല്ലാ മുഴങ്കാലുകളും അവൻ്റെ മുമ്പാകെ മടങ്ങും. അവന് മടങ്ങാത്തതായിട്ട് ഒന്നുമില്ല. അവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. യാതൊന്നും നിങ്ങൾക്കൊരു ദോഷവും ചെയ്യുകയില്ല. നാം
ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുമ്പോൾ ജാഗ്രതയോടെ ഇരുന്ന് ദൈവത്തോടൊപ്പം നിന്ന് ശത്രുവിനെ തുരത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഒരു ദിവസം കൂടി ഭൂമിയിൽ തന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ അവിടെ ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ നാമനിമിത്തം ഞങ്ങളോട് കാണിക്കുന്ന അളവില്ലാത്ത കരുണയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ശത്രുവിനെ തുരത്തുവാൻ, അവനെ പരാജയപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിയോഗങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവെ. വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്താവെ, അതിനെ കർത്താവെ അവിടുന്ന് ആയുധവർഗം വെപ്പിച്ചതാണ് കർത്താവെ. എന്നാൽ ഞങ്ങൾക്ക് പോരാട്ടമുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല, ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടും അധികാരങ്ങളോടുമാണ് ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് കർത്താവെ. അവരെ ഉന്മൂലനാശം ചെയ്യുവാൻ, അവരെ തുരത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് അധികമായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നാളുകളിൽ അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ കർത്താവെ. അനേകർ സത്യമറിയാതെ വഞ്ചിക്കപ്പെടുന്നു കർത്താവെ. സ്വപ്നങ്ങളിലൂടെ അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തിട്ടും ദർശനങ്ങളിലൂടെ അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തിട്ടും അത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കാതെ അത് അലസമായിട്ടിരിക്കുമ്പോൾ പലവിധമായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നല്ലോ കർത്താവേ. അങ്ങനെ സംഭവിക്കാതെ അങ്ങയുടെ മക്കളെ കാത്തുകൊള്ളണമേ. ദൈവകൃപയിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ കർത്താവെ. അങ്ങ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണല്ലോ ഓരോ സഹോദരനും ഓരോ സഹോദരിയും കർത്താവെ. അങ്ങയുടെ ദാസന്മാരെ പ്രത്യേകം കാത്തുകൊള്ളണമേ കർത്താവെ. അവർ ശുശ്രൂഷാമുഖത്ത് നിൽക്കുമ്പോൾ വലിയ പോരാട്ടത്തിൻ്റെ മുഖത്താണല്ലോ അവർ നിൽക്കുന്നത് കർത്താവെ. അവർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ അവിടുന്ന് ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ. അവിടുന്ന് വെളിപ്പെടുത്തി തരുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരോട് പ്രത്യേകം കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കാരണം തുടർന്നും വചനം കേൾക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണല്ലോ അവരത് ചെയ്യുന്നത് കർത്താവെ. അതുകൊണ്ട് അങ്ങയുടെ പ്രത്യേകമായ അഭിഷേകവും അനുഗ്രഹവും അവരുടെ മത്സരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കാണുന്ന ഈ കർത്താവെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവനാമം മഹത്വത്തിനാക്കി അത് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ചെയ്യുവാൻ എളിയവന് കൃപ നൽകുന്നതോർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ നാമം മഹത്വപ്പെടണം. അങ്ങയുടെ മക്കൾ വിടുവിക്കപ്പെടണം കർത്താവെ. ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണം കർത്താവെ. ഈ തലമുറയിൽ വിശ്വസ്തനായിട്ട് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്തായിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.